അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ സജിന നൂർ, റസൂൽ പൂക്കുട്ടി, ദിയാസന ആൻഡ് ഫിറോസ് ഖാൻ ആ ലൂപ്പ് ഓപ്പൺ ആക്കിയിട്ട് വേറൊന്നുമല്ല. ഇതിനകത്തുള്ളൊരു ബേസിക് അലിഗേഷൻ എന്ന് പറയുന്നത്, ഒന്ന് ഈ പറഞ്ഞ കാറിൻ്റെ കേസിലാണ് ഞാൻ ഫസ്റ്റ് ഇൻവോൾവ് ആയത്, അൻവറിൻ്റെ സീനിൽ. അത് ഒരു രീതിക്കും രണ്ടുപേരും പറഞ്ഞു തീർക്കില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ അത് പിന്നെ കോടതി കേസ് വിഷയങ്ങൾ എന്ന് പറഞ്ഞ പോട്ടെ എന്ന് വിചാരിച്ചു. അതിനുശേഷം ഫിറോസ് ഖാൻ വന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സജിന നൂറിനെ കുറിച്ചും ഈ പറഞ്ഞ റസൂൽ പൂക്കുട്ടി എങ്ങനെ അയാളുടെ ജീവിതം തകർത്തു എന്നുള്ളതിനെ കുറിച്ചും ഇവരുടെയൊക്കെ പാസ്റ്റ് പ്രീവിയസ് റിലേഷൻസിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നു. അതിൽ ഒരു റെസ്പോൺസും തരാതെ റസൂൽ പൂക്കുട്ടി മ്യൂട്ട് മോഡിലിരിക്കുമ്പോൾ സജിന ഒരുപാട് ആരോപണങ്ങളുമായിട്ട് വരികയാണ്. ബിക്കോസ് സജിനയുടെ കുറേ വോയിസ് ലീക്കുകൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് പൊന്തി വരുന്നു. അപ്പോൾ സജിന നേരെ വരുന്നു. സജിനയുടെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടായിരുന്ന ദിയാസന, പിന്നെ അന്നമ്മ, അങ്ങനെ കുറച്ച് പേരെ കുറിച്ചൊക്കെ ഭയങ്കര അലിഗേഷൻസ് ഒക്കെ പറയുന്നു. ഇപ്പം കറൻ്റ്ലി സീൻ എന്താ വെച്ചാൽ, ഇതിപ്പോൾ സജിന നൂർ വേഴ്സസ് ദിയാസന എന്ന് പറഞ്ഞ സീനിലേക്ക് ഈ സാധനം മാറി. ആൻഡ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട, ഈ ഒരു വിഷയത്തിൽ ഫോക്കസ് ചെയ്യേണ്ടത് 17 വയസ്സുള്ള ആ കുട്ടിയെ, 18 പോലും തികയാത്ത ആ കുട്ടിയെ യൂസ് ചെയ്ത ഫിറോസ് ഖാൻ എന്ന് പറഞ്ഞ ആ ഒരു അലിഗേഷൻ സജിന പറഞ്ഞതിന് ഒരു രീതിയിലുള്ള റെസ്പോൺസ് ഇവിടെ സിസ്റ്റം കൊടുത്തതായിട്ട് എൻ്റെ അറിവിലില്ല. ഇതിന് അന്വേഷണം നടക്കുന്നുണ്ടോ, CWC ഇൻവോൾവ് ആയോ? കാരണം ഷെഫീന ബീവിയുടെ ചാനലിൽ ഈ സജിനയും ഈ കുട്ടിയും തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ വോയിസ് റെക്കോർഡ് പുറത്തു വന്നു. ഇതൊക്കെ സീരിയസ് ഒഫൻസാണ്. അതിനെക്കുറിച്ചൊന്നും ആരും സംസാരിക്കാതെ നേരെ ദിയാസന വേഴ്സസ് സജിന എന്നുള്ളതിലേക്ക് പോയി. ഇനി ദിയാസന വേഴ്സസ് സജിന എന്ന് പറഞ്ഞ സീനിൻ്റെ അകത്താണെങ്കിൽ പോലും അവിടെയും മാരകമായ ലഹരിയുടെ ആരോപണമാണ് തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ സജിനയെക്കുറിച്ച് ദുബായിലുള്ള ഒരു ലേഡി അവർ ആദ്യം സജിന മറുനാടനിൽ കൊടുത്തൊരു ഇൻ്റർവ്യൂവിനകത്ത് ഈ ലേഡി അവരെ ദുബായിൽ കൊണ്ടുപോയി ട്രാപ്പാക്കി എന്ന് പറഞ്ഞതിൻ്റെ കൗണ്ടറായിട്ട് ആ ലേഡി ഇത്ര ട്രാപ്പാക്കിയിട്ടും ഞാൻ അവളെ കൊണ്ടുപോയി ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചിട്ടും പിന്നെന്തിനാ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വന്നു എന്നുള്ള കുറേ പ്രൂഫുകളൊക്കെ ആയിട്ട് ആ ലേഡി എനിക്ക് കുറേ സാധനങ്ങൾ ഇട്ട് തന്നത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയി ചെയ്ത് കണ്ടൻറ്റാക്കി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു റിപ്ലൈ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു സജിനയിൽ നിന്ന്. ബട്ട് സജിന എന്നെ പേഴ്സണലി വിളിച്ചിട്ട് ഈ ലേഡി പറഞ്ഞ അലിഗേഷൻസ് അതിൻ്റെ മുകളിൽ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഞാൻ ആ വീഡിയോ തന്നെ പറയണ്ടായിരുന്നു. സജിനയുടെ സീൻ എന്ന് പറഞ്ഞാൽ സജിന ആരെ വേണേൽ വിളിച്ച് സംസാരിക്കും, എന്ത് വേണേൽ വിളിച്ച് സംസാരിക്കും. ഓക്കെ, സജിനയ്ക്ക് ഇനി വരാൻ പോകുന്ന എക്സ്പ്ലനേഷനും അതായിരിക്കും എന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ പറയണ്ടായിരുന്നു. പറഞ്ഞ പോലെ സജിന എന്നെ വിളിച്ച് പറഞ്ഞതാ, എൻ്റെ സായി ഞാൻ ആരെ വേണേൽ വിളിച്ച് സംസാരിക്കും. ഇപ്പം നീ എനിക്കെതിരെ വീഡിയോ ഇടുന്ന ഒരാളാണ്, ഞാൻ നിന്നെ വിളിച്ച് സംസാരിച്ചില്ലേ, ഞാൻ ഇപ്പോഴും നിന്നോട് കാര്യങ്ങൾ പറയുന്നില്ലേ. സോ എൻ്റെ നേച്ചർ അതാണ്. ആ നേച്ചർ ഒരു മണ്ടൻ നേച്ചറാണ്, അതൊരു പൊട്ടത്തരമാണ്, മനസ്സിലായി? അതിനൊരു അതിബുദ്ധി എന്നോ അല്ലെങ്കിൽ അതിനൊരു നമ്മൾ സെൽഫ് ഡിഫെൻസ് ചെയ്യുക എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അത് വീണ്ടും വീണ്ടും മണ്ടത്തരങ്ങളിലേക്ക് പോകുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ആളുകളെ എനിക്ക് പറയാൻ പറ്റും. സജിന വൺ ഓഫ് ദാറ്റ് ക്യാരക്ടറാണ്. അതുകൊണ്ട് സജിന ഇത് രണ്ടാമത് എന്നെ വിളിക്കുന്നു. ഈ ലേഡിയെ കുറിച്ചിട്ടുള്ള വേറൊരു ഗോൾഡ് സ്മഗ്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം, ഒരു വോയിസ് ക്ലിപ്പ് എനിക്ക് ഇട്ടിരുന്നു. ഇത് സജിന എനിക്ക് മാത്രമൊന്നുമല്ല, എനിക്ക് തോന്നുന്നത് ഈ ലേഡി ആർക്കൊക്കെ ഈ വീഡിയോ കൊടുത്തിട്ടുണ്ടോ അവർക്കൊക്കെ സജിന ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഈ യൂണിവേഴ്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട സാധനം എനിക്ക് തോന്നുന്നത് ഈ 17 വയസ്സ് ഉള്ള ആ കുട്ടിയെ, ആ കേസ് ഫിറോസ് ഖാൻ സംസാരിച്ചതിൻ്റെ വോയിസ് ക്ലിപ്പ് നമ്മൾ കേട്ടതാണ്. അതിനുശേഷം സജിന ഫിറോസ് ഖാനോട് കുഴപ്പമില്ല, അതൊക്കെ ഞാൻ കേസ് വരുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടു. ആൻഡ് ഈ സീരിയസ് ആയിട്ടുള്ള ഈ കുട്ടിയുമായിട്ട് സജിന സംസാരിക്കുക, ആ സംസാരത്തിൽ തന്നെ സജിന പറയുന്നുണ്ട് ആ കുട്ടിയോട് ഇതൊക്കെ ഭയങ്കര സീക്രട്ട് ആയിരിക്കും, ഇതൊന്നും പുറത്തു പോകില്ല എന്നൊക്കെ പറയുന്നു. അതിൻ്റെ കറൻറ്റ് സ്റ്റേറ്റസ് എന്താണ്? ഓക്കെ, ആ വിഷയത്തിൻ്റെ കറൻറ്റ് സ്റ്റേറ്റസ് എന്താണെന്ന് അറിയണം. 2 മാരകമായ ലഹരി ആരോപണം. ഈ പറഞ്ഞ സജിന ദിയാസനയ്ക്കെതിരെ ഉന്നയിച്ച ലഹരി ആരോപണത്തിൽ ദിയച്ചേച്ചി വളരെ ക്ലിയർ ആയിട്ട് വന്ന് ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ് സിനി ഫയൽസിൽ ഒരു വീഡിയോ ഇടുന്നു. അതിനുശേഷം ദിയച്ചേച്ചി വേറൊരു സ്ഥലത്ത് ചെന്ന് ഈ സജിന 15-ാം തീയതി ഫെബ്രുവരി എന്ന് പറഞ്ഞ ഡേറ്റിൽ അവരുടെ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് കൗണ്ടർ ചെയ്യുന്ന പോലെ വേറൊരു പ്രൂഫ് വെച്ചൊരു വീഡിയോ ചെയ്തു. ഓക്കെ, ഒരു വൃദ്ധസദനത്തിൽ വന്നിട്ട് അങ്ങനെ ഈ ഒരു മാരകമായ ലഹരി ആരോപണം തമ്മിൽ അതുപോലെ ഈ കേസ്, ഞാൻ കംപ്ലീറ്റ് പേര് പറയുന്നില്ല വീഡിയോയിൽ, ഈ കേസിൻ്റേതായിട്ടുള്ള കുറേ
സീരിയസ് ഇൻവോൾവ്മെൻ്റ് ഒക്കെ ആയിട്ട് ഈ സംഗതി ഭയങ്കര മോശം സ്റ്റേജിലേക്കാണ് പോകുന്നത്. ഓക്കെ, അങ്ങനത്തെ സാഹചര്യത്തിൽ ഞാൻ ഈ ഒരു വീഡിയോയിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഈ 2 പോയിന്റ്സ് ആണ്. ഒന്ന്, ഈ കേസ് ഫിറോസ് ഖാൻ ചുറ്റിപ്പറ്റി സജന പറഞ്ഞ ആ ഒരു കേസിൻ്റെ അവസ്ഥ എന്താണ്, അവിടെ എങ്ങനെ വോയിസ് റെക്കോർഡ് ലീക്കായി, ഇതൊന്നും. പിന്നെ ലഹരി ആരോപണം, സജന ദിയാസനക്കെതിരെ ഉന്നയിച്ച ലഹരി ആരോപണത്തിൻ്റെ എനിക്ക് പറയാനുള്ള കുറച്ച് പേഴ്സ്പെക്റ്റീവ്സ്. ഫൈൻ. അപ്പോൾ നമുക്ക് ആദ്യം സജനയുടെ വീഡിയോയിൽ തന്നെ തുടങ്ങാം. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ പോവാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റേഷനിലാണോ അതിൻ്റെ ലീഗൽ വശം എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എന്തായാലും ലീഗൽ വശമായിട്ട് തന്നെ ഞാൻ എന്നെ ടെസ്റ്റ് ചെയ്യും. ഞാൻ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യും. അതുപോലെ അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ദിയാസന നീ വന്ന് ടെസ്റ്റ് ചെയ്യടി. അതേപോലെ തന്നെ റോഷ്നി നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. നിന്റെ ഫോട്ടോയും വെളിയിലായിട്ടുണ്ടല്ലോ, നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. ഫിറോസ് ഖാനെ എനിക്കറിയത്തില്ല ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, പക്ഷേ താനും വന്ന് ചെയ്യണം ഉറപ്പായിട്ടും. കാരണം നിങ്ങൾ 3 പേരുമാണ് എന്നെക്കുറിച്ച് ഈ അലിഗേഷൻ പറഞ്ഞതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം ഈ 3 പേര് എന്നെക്കുറിച്ച് പറയാണെങ്കിൽ അവകാശം ഉണ്ടെങ്കിൽ അവരും വന്ന് തെളിയിക്കണം. അതുകൊണ്ട് ഈ ജനങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാൻ പറയുക, നിങ്ങൾ ഈ കണ്ട ലോകത്ത് പോക്സോ കേസ് എന്ന് പറയുന്ന സാധനങ്ങളും ഇല്ലീഗലായിട്ട് നടക്കുന്ന കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് അതൊക്കെ വച്ചിട്ട് ഏതെങ്കിലും പെണ്ണുങ്ങൾ എങ്ങനെയെങ്കിലും പോകുന്ന അത് പിടിച്ചത് അറിയാതെ ഈ നാട്ടിൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന സാധനങ്ങൾ, പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് പ്രായപൂർത്തിയാവാത്തൊരു കൊച്ചിനെ പീഡിപ്പിക്കുന്ന കാര്യം പറഞ്ഞത്, അത് ഈ ലോകത്ത് നടന്നോട്ടേന്നോ? അതേപോലെ തന്നെ കഞ്ചാവ്, MDM അങ്ങനെയുള്ള സാധനങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്കുള്ള വിതരണം, ഇവളുമാർ ഇങ്ങനെയുള്ള ഇപ്പോൾ പറയുന്ന സോഷ്യൽ വർക്കറാണ് ഞാനെന്ന് പറഞ്ഞു. ഇവളുമാരുള്ളപ്പോൾ ആൾക്കാർ വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും നാട് നശിപ്പിക്കാനും. അപ്പോൾ ഈ 2 കാര്യം ഇവിടെ നടന്നോട്ടേന്നാണ് നിങ്ങൾ പറയുന്നത്. അതായത് സജിന ഇനി എത്ര ആരോപണം ഉന്നയിച്ചാലും ആരോപണം ലഹരിയുടെ കാര്യത്തിൽ ഒരാൾക്കെതിരെ ഉന്നയിക്കുമ്പോൾ അതിൽ കൃത്യമായ തെളിവുകൾ വേണം. അപ്പോൾ സജിന തന്നെ എന്നോട് ഇതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഉണ്ട്, അതായത് ദിയാസനയും ബാക്കിയുള്ളവരും വന്ന് വീട്ടിലിരുന്ന് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ സീക്രട്ട് വീഡിയോ ക്ലിപ്പ് ഉണ്ട് നിന്നോട് പറഞ്ഞത് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞതാണ് പബ്ലിക്കിൽ. ഇപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ സജിന പറയാതെ ഞാൻ വെറുതെ പറഞ്ഞതാ ഇങ്ങനെ വീഡിയോ ക്ലിപ്പ് ഇല്ല. ഓക്കെ, അത് സജിന തന്നെ എന്നോട് മാറ്റിയും പറഞ്ഞു. അത് വിട്. ഇപ്പം ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ ലഹരി ഉപയോഗിച്ചു എന്നുള്ളത് ഉറപ്പിച്ച സജിന കേസിൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്, ഇത് കേസാക്കണമല്ലോ. സജിന തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടൊക്കെ അഭ്യർത്ഥിക്കുന്നതായിട്ട് കണ്ടു. അതായത് ലഹരി ആരോപണം ഞാൻ പറഞ്ഞിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല, തൂഫാൻ ഇപ്പം നടക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ഞാൻ ലഹരി ആരോപണം നടത്തിയ ആളുകളെ പിടിക്കുന്നില്ല? ആരോപണം ഉന്നയിക്കാൻ ഭയങ്കര ഈസിയാണ്, തെളിവുകളാണ് വേണ്ടത്. ഇപ്പോൾ സജിനയുടെ വീട്ടിലേക്ക് ഇവർ വന്നു എന്നാണ് പറഞ്ഞത്. വീട്ടിലേക്ക് വന്ന ടൈം, വീട്ടിലേക്ക് വന്ന ഡേറ്റ്, ആ വീടിപ്പോൾ കറൻ്റ്ലി എൻ്റെ അറിവിൽ ആ വീട് സജിന വെക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ വീട് ഇപ്പം ഇല്ല. സജിന ഒരു വാടക വീട്ടിലായിരുന്നു, റെൻ്റഡ് ഹൗസിലായിരുന്നു. ആ റെൻ്റഡ് ഹൗസ് മാറി. അപ്പോൾ ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ്, ആ സ്ഥലം തന്നെ പോയി. ഇനി ആ വാടക വീട്ടിൽ വല്ല റിനോവേഷൻ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഉപയോഗിച്ച സ്ഥലമോ അതിനകത്തുള്ള തെളിവുകളോ പോലീസിന് എടുക്കാൻ പറ്റൂ. അപ്പോൾ അതും ഇല്ല. അപ്പം അങ്ങനെ ഇതിൽ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിൽ പരസ്പരം വന്ന് ലഹരി ആരോപണം നടത്താൻ ഭയങ്കര ഈസിയാണ്. ഇപ്പോൾ ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരാൾക്ക് ആകെ കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആ മൂത്രം ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ആ മൂത്രം ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നതിൽ കഴിഞ്ഞ 5 ദിവസത്തെ 6 ദിവസത്തെ ലഹരി ഉപയോഗത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മാത്രമേ കിട്ടൂ എൻ്റെ അറിവിൽ. അതിലും കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഹെയർ കൊടുക്കണം, ബ്ലഡ് കൊടുക്കണം, അതിനൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കേസ് രജിസ്റ്റർ ആവണം, FIR വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ ഇവർ മെൻ്റലി അൺസ്റ്റേബിൾ ആണ് അതിന്, അല്ലെങ്കിൽ ഇവരുടെ ഫിസിക്കൽ കണ്ടീഷൻ വേസ്റ്റ് ആണ്. ഇതൊക്കെ പറഞ്ഞൊരു ഡോക്ടർ ഒരു ലെറ്റർ തരണം. അതുകൊണ്ട് ഇവർക്ക് ലഹരി ഉപയോഗമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവരെ ലഹരി ടെസ്റ്റിന് വിധേയമാക്കണം എന്ന് പറഞ്ഞ് ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം. എന്നാലൊക്കെ ഈ ബ്ലഡോ മുടിയോ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ മൂത്രം ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഈ അലിഗേഷൻസ് ഒക്കെ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്രയായി? ഏറെക്കുറെ 10-15 ദിവസമായില്ലേ? ഈ 10-15 ദിവസത്തിൽ ഒരു 10 ദിവസം ഈ ലഹരി ആരോപണം ഉന്നയിച്ച ആളുകളും ഉന്നയിക്കപ്പെട്ട ആളുകളും എല്ലാവരും ഈ 10-15 ദിവസം ഇതൊന്നും ഉപയോഗിക്കാതെ പോയിട്ട് മൂത്രം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ സാധനങ്ങളുണ്ട്. കാരണം ഇതിനകത്തൊന്നും കിട്ടില്ല. സോ അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ കേസ് വേണം. കൃത്യമായ കേസ് എടുപ്പിക്കാൻ സജിനയുടെ കയ്യിൽ പ്രൂഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുത്ത് സജിന കേസാക്കണം. കേസാക്കി കഴിഞ്ഞാൽ പോലീസുകാരനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? ഇത് ചെക്ക് ചെയ്യിച്ചോളൂ. അപ്പോൾ പിന്നെ നമുക്കൊരു വിവരം മനസ്സിലാവൂല. കാരണം 90 ദിവസത്തിൽ ഉപയോഗിച്ചോ ഇല്ലേ എന്നുള്ളതൊക്കെ മുടി ടെസ്റ്റ് ചെയ്താൽ അറിയാം. അത്ര ടൈം ഗ്യാപ്പൊക്കെ മതിയല്ലോ. അപ്പോൾ ബ്ലഡ് സാമ്പിൾസ് ഒക്കെ എടുക്കാൻ പറ്റുന്നത് അപ്പോഴാണ്. അങ്ങനെ മാത്രമേ ഈ ലഹരി ആരോപണം തമ്മിൽ ഇവർക്ക് ഇനി തീർക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കാണിക്കാൻ പ്രൂഫുകളില്ല. പ്രൂഫ് വേണം ഇതിനകത്ത്. ലഹരി ഉപയോഗിക്കുന്നത് കാണിക്കാൻ സോളിഡ് ആയിട്ടുള്ള പ്രൂഫ് വേണം. ലഹരി ചോദിച്ചതായിട്ടോ അല്ലെങ്കിൽ കൊടുക്കുമെന്ന് പറയുന്നതായിട്ടോ ഉള്ള വോയിസ് റെക്കോർഡുകളോ
അല്ലെങ്കിൽ വാട്സാപ്പ് ചാറ്റുകളോ എന്നാലും കോടതിയിൽ നിൽക്കാൻ പോകുന്നില്ല. നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. കോടതി ചെന്നിട്ട് ഒരു വോയിസ് റെക്കോർഡ് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ഈസി ആയിട്ട് അപ്പുറത്തു നിന്നുള്ള വക്കീലിന് എന്ത് പറയാം, അത് എന്നൊക്കെ പറഞ്ഞ് പോകാൻ പറ്റുന്ന കാലമാണ്. അതുകൊണ്ട് ലഹരി ആരോപണങ്ങൾ നിലനിൽക്കണമെങ്കിൽ കൃത്യമായ തെളിവുകൾ വേണം. പിന്നെ നമ്മളെ വിചാരം ഇത് ഉന്നയിച്ചതുകൊണ്ട് പോലീസ് ഒന്നും ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, കൃത്യമായ നിരീക്ഷണത്തിൽ വയ്ക്കും. ഓക്കെ, ഡാൻസ് ആഫും നർക്കോട്ടിക്സും എക്സൈസും ഒക്കെ ലഹരി ആരോപണം ഒരാളെ പേരിൽ കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ അവർ ട്രാക്ക് ചെയ്യും. അത് ഷാഡോ ആയിട്ട് അവർ ട്രാക്ക് ചെയ്തോളും. ഓക്കെ, അത് അവർ ചെയ്യുന്ന പരിപാടി അവർ ചെയ്തോട്ടെ. പക്ഷേ സജന ഷുഡ് മേക്ക് ഷുവർ ഇതിൽ പ്രോപ്പർ കേസ് ഉണ്ട് എന്നുള്ളത്. ഫൈൻ, ലഹരി ആരോപണത്തിൽ ഒരു കേസ് ഉണ്ട് എന്നും അവിടെയാണ് അതിൻ്റെ സജന പറഞ്ഞതിൻ്റെ സക്സസ്. ഇനി അങ്ങനെ ഒരു കേസായിട്ട് ആ കേസായ സമയത്ത് ഈ പറഞ്ഞ ടെസ്റ്റുകൾ നടത്തി ഇതിനകത്ത് എവിടെയും ലഹരി ഇല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രൂവ് ആയാൽ, അങ്ങനെ ഒരു ആരോപണം മാത്രമായിട്ട് നിന്ന ദിയാസനയും സക്സസ്. ഇതേ ഇതിനകത്ത് ഒരു ഫൈനൽ റിസൾട്ട് ഉള്ളൂ. അല്ലാതെ ഇത് തമ്മിൽ രാവിലെ എണീച്ചിട്ട് ലഹരി ആരോപണം അങ്ങോട്ട്, ലഹരി ആരോപണം ഇങ്ങോട്ട്, ഇത് വെറും ആരോപണമായിട്ട് നിൽക്കും. കുറച്ച് കഴിഞ്ഞാൽ നാട്ടുകാരനെ രണ്ടാളെയും പുച്ഛിക്കും. രണ്ടും ഫ്രണ്ട്സായിട്ട് ഇരുന്ന സമയത്ത് രണ്ടും തമ്മിൽ ഇരുന്നിട്ട് ലഹരി ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു, വേറെ കേസുകൾ പറയുന്നു. എന്തോന്നിട ഇത്, ഒരു പ്രൂഫും ഇല്ല, ഒരു ചെയ്യുമ്പോൾ തണ്ടിയില്ല എന്ന് പറഞ്ഞാൽ നാട്ടുകാരനെ കളിയാക്കാൻ തുടങ്ങും കുറച്ച് കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ സഫർ ചെയ്യാൻ പോകുന്നത് ഇവരുടെയൊക്കെ ഫാമിലി, റിലേറ്റീവ്സ്, മക്കൾ. അത് വേറൊരു സിനാരിയോ. ഇനി ഇതിന് റിപ്ലൈ ആയിട്ട് ദിയ ചേച്ചി ഇട്ട ഒരു ഇന്റർവ്യൂവിന്റെ പോർഷൻ ഞാൻ വെക്കാം. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ചക്കര്, മുത്തേ, ഇക്കു, മുത്തേ, തേനെ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കണ കാണുമ്പം നമ്മൾ ഇത്തരം പ്രൈവസിയിൽ ഇടപെടണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വിട്ടുകളയുന്നതാ. ഞാൻ സജനയുടെ വീട്ടിൽ പോകുന്നത് റസൂൽ പൂക്കുറ്റി വിളിച്ചിട്ട് അവൾക്ക് പ്രശ്നമുണ്ട്, അവളുടെ അടുത്തേക്ക് പോകണം, അവളെ ഒന്ന് പോയി കാണണം, അവള് ബുദ്ധിമുട്ടിലാണ്, അവള് സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ അവരുടെ വീട്ടിൽ പോകുന്നത്. അല്ലാത്ത ഒരു സമയങ്ങളിലും ഞാൻ അവരെ വീട്ടിൽ പോയിട്ടില്ല, അവരെ കണ്ടിട്ടില്ല. ഇത്രയും സാധനം പറഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ട് ആളുകൾ ചോദിച്ചു, കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, മറുനാടൻ മലയാളിയെയും റസൂൽ പൂക്കുട്ടിയൊന്നും അല്ലല്ലോ ഇവിടെ വിഷയം, നിങ്ങളെ MDMA കേസല്ലേ വിഷയം, നിങ്ങൾ അത് തുറന്നു പറയൂ, മനസാക്ഷിയോട് ചോദിക്കൂ എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ്സുകൾ എനിക്ക് വന്നു. അതിനെതിരെ ഞാൻ പറയണമല്ലോ, എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്നെ വിമർശിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് എനിക്കത് പറയണമല്ലോ. അങ്ങനെയാണ് ഞാൻ അവരെ വീട്ടിൽ പോയിട്ടുള്ളത്. ഇന്ന് വരെ എനിക്ക് എൻ്റെ അറിവിലോ അവരുടെ വീട്ടിലോ ഞാൻ ഇതുവരെയ്ക്കും അത്തരത്തിലൊരു കാര്യം ചെയ്തിട്ടില്ല. സജന അത്തരത്തിലൊരു കാര്യം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയത്തുമില്ല. ഞാൻ ഇത് പറയാൻ കാരണം ഞാൻ പോയിട്ടുള്ളതൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതും അവരെ വിളിച്ചിട്ട് ഒരു റെക്കോർഡ്സ് എങ്കിലും ഞാൻ അവരെ വിളിച്ചിട്ട് നിന്റെ വീട്ടിൽ കയറി വരട്ടേടി, ഞാൻ അങ്ങോട്ട് വന്നിരുന്നോട്ടെ, ഞങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഒരുമിച്ചിരുന്നോട്ടെ എന്നുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. ഈ നിമിഷം വരെ സജനയുടെ അടുത്ത് അങ്ങനത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. അതിനുള്ള റെക്കോർഡ്സ് എന്തെങ്കിലും പോട്ടെ. സജന പറഞ്ഞല്ലോ ഇതിനകത്ത് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസുമായിട്ടാണ് വന്നേന്ന്. ഏത് കണ്ടസ്റ്റൻസുകൾ? അവരുടെ പേര് പറയും, എന്നിട്ട് ആ കണ്ടസ്റ്റൻസിനോട് ചോദിക്കൂ ഏത് കണ്ടസ്റ്റൻസ്. എന്റെ അറിവിൽ ബിഗ് ബോസിന്റെ ആളുകൾ ആരും സജനയുടെ വീട്ടിൽ വന്നിട്ടില്ല. സജനയുടെ വീട്ടിൽ പോയിട്ടുള്ളത് ഞാനും എൻ്റെ ഒരു മോൻ പയ്യനുണ്ട്, അവന് മാത്രമാണ്, അതുല്, അവന് മാത്രമാണ് അവിടെ പോയിട്ടുള്ളത്. സജന തെളിയിക്കേണ്ടത് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആരാണെന്നും അവരോട് ചോദിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ദിയാസന ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ദിയ ചേച്ചിയുടെ റിപ്ലൈ ഉണ്ടായിരുന്നത്. ഇതിന് ശേഷമാണ് പിന്നെ ഞാൻ പറഞ്ഞത്, നേരത്തെ ഒരു വൃദ്ധസദനത്തിൽ പോയി അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കാണിച്ച് അതൊരു കോൺട്രവേഴ്സി കയറിയിരുന്നു. ഈവൻ ഞാനും ദിയ ചേച്ചീനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കാണുന്ന സമയത്ത് തന്നെ ഒരു ഫാബ്രിക്കേറ്റഡ് ഫീൽ വരുന്നുണ്ട്, കാരണം എഴുതി ചേർത്ത പോലത്തെ ഒരു ഫീൽ ഉണ്ടെന്നാണ്. അതിലേക്ക് നമുക്ക് വരാം. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് സജനയുടെ വീട്ടിലേക്ക് ഇവർ പോയതും പോയ ഡേറ്റ്, ആരൊക്കെ പോയി, ഞാൻ പറഞ്ഞു ഡെഫിനറ്റ്ലി പോലീസ് കേസായി, പോലീസ് അന്വേഷിക്കട്ടെ. ഡെഫിനറ്റ്ലി ഞാൻ പറയും ഇത് പോലീസ് അന്വേഷിക്കണം. കാരണം ഒരാൾ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നു ഇവർ വന്നു ഉപയോഗിച്ചു, മറ്റേ ആൾ പറയുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല, പോയതൊക്കെ ഹെൽപ്പ് ചെയ്യാനാണ്. സോ ഇവിടെ ഇനി എന്നെപ്പോലുള്ള ചാനലുകൾക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ബാക്കി ന്യൂസുകാർക്കോ ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒക്കെ പുറത്തു പോയി ഈ സാധനം സീരിയസ്ലി. കാരണം ഇത് നടന്ന വീടിപ്പല്ല, വീട് കൂട്ടിപ്പോയി. ഓക്കെ, അതൊന്ന്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇത് ആരാന്ന് നമുക്കറിയില്ല. ബിഗ് ബോസ് മത്സരാർത്ഥികൾ എന്ന് മാത്രം പറയുമ്പോൾ നാളെ എന്നെയും പറയും ഞാൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്നു. ഇപ്പോൾ ഒരുത്തം വന്ന് എന്നോട് ചോദിക്കുകയാണ് നീ ആണോ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനല്ലാതെ എനിക്ക് പറയാൻ പറ്റൂ. അല്ലാതെ എനിക്ക് കൊണ്ടുപോയിട്ട് ഞാൻ ഇന്ന ഡേറ്റിന് ഇന്ന സമയത്ത് എന്നുള്ളത് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനും വലഞ്ഞ അവസ്ഥയിൽ പോയില്ല. ഇപ്പോൾ എത്രയോ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ഇല്ലേ, 100 കണക്കിന് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ഉണ്ട്, എല്ലാവരും വലഞ്ഞ അവസ്ഥയ്ക്ക് പോകും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ പറയുമ്പോൾ പോലീസ് അന്വേഷണം, ഇൻവെസ്റ്റിഗേഷൻ നിർബന്ധമാണ്. ഇത്ര കൊടൂരമായ ലഹരി ആരോപണം തമ്മിൽ പറയുമ്പോൾ അന്വേഷിക്കുക തന്നെ വേണം. ഫിറോസ് ഖാൻ ഒരു അലിഗേഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞിൻ്റെ കാര്യം, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം. അതായത് എൻ്റെയും ഫിറോസ് ഖാനും ജനിച്ച കുഞ്ഞിനെക്കുറിച്ച്. നാണമില്ലയോടോ തനിക്ക്?
ഫോൺ തരുത്തില്ലടോ. ഇത്രയും നാള് തനിക്ക് ഞാൻ ഫോൺ തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും തനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ഫോൺ കോളും തന്നെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കല്ല ഞാൻ കുഞ്ഞിനുള്ള സ്പേസ്. തന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ല, തന്നോട് ബഹുമാനം കൊണ്ടല്ല. ആ കുഞ്ഞിന് തന്ത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫാദർ എന്ന ഒരാളെ അവന് ആവശ്യമുണ്ട്. എൻ്റെ കുഞ്ഞും ഇതുപോലത്തെ ഒരു വേദന എൻ്റെ മൂത്ത മോള് അനുഭവിച്ചതുകൊണ്ട് ഞാൻ ആ തന്തയും മക്കളെയും പിരിപ്പിക്കാതെ നോക്കിയതാണ്. അത് തന്നോടുള്ള ബഹുമാനമല്ല, എൻ്റെ കുഞ്ഞിന് കിട്ടട്ടെ. അവന് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം ഞാനൊരു തള്ള വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റും. ഒരു തള്ള വേണ്ട പോവേണ്ട അങ്ങേര് ഇങ്ങനെയാണ് വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങൾ വെറുക്കപ്പെടും. പക്ഷെ ആ കുഞ്ഞിന് ഇപ്പോഴും തന്നോടൊരു ഇഷ്ടം തോന്നിക്കാൻ കാരണം ഞാൻ ഒരൊറ്റ എൻ്റെ അവിതാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ കുട്ടികളുടെ കേസിൽ എനിക്ക് പറയാനുള്ളത്. ഇതിൽ സഫർ ചെയ്യുന്ന കുറേ കുട്ടികളുണ്ട്. ആ കുട്ടികളെ ആലോചിച്ചിട്ടെങ്കിലും നിങ്ങളിത് നിയമപരമായിട്ട് കൊണ്ടുപോയി ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇതെടുത്ത് മാറ്റി. കേട്ടിടത്തോളം അറിഞ്ഞിടത്തോളം ഈ പാസ്റ്റ് ചോർത്തിയെടുത്ത് പുറത്തിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെലിബ്രിറ്റി ഫേസിൽ ഇതുപോലെ ഫെയിമായിട്ട് നിൽക്കുന്നവരുടെയൊക്കെ പാസ്റ്റ് ഒരു കോമൺ സാധാരണക്കാരനായ മനുഷ്യന് കാണുമ്പോഴും കേൾക്കുമ്പോഴും രസമായിരിക്കും. പക്ഷേ ആ രസത്തിനുപരി ഈ ഒരു സീന്, ഓക്കെ, അതായത് മൾട്ടിപ്പിൾ റിലേഷൻസ്, ലഹരി ആരോപണം, പ്ലസ് ഇങ്ങനത്തെ അവിഹിത അപരാധ സാധനങ്ങൾ എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, നിങ്ങൾക്കല്ല ഇതിൻ്റെ സീന്, നിങ്ങളുടെ നെക്സ്റ്റ് ജനറേഷൻ, നിങ്ങളുടെ മക്കൾക്കാണ് ഇതിൻ്റെ സീൻ എന്നുള്ളതെങ്കിലും മനസ്സിലാക്കിയിട്ട് ഇതിന്ന് മാറിപ്പോയി ഇത് നിയമപരമായിട്ട് നിയമത്തിന് വിട്ടുകൊടുത്ത് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു മെച്യൂരിറ്റി കാണിച്ചാൽ നന്നായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ നിന്ന് കയ്യിൽ നിന്ന് പോകുന്ന സീനിലേക്ക് ഈ സാധനങ്ങൾ മാറും. ഫൈൻ. ഇനി ഈ മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും ഒക്കെ സജിനത് റിക്വസ്റ്റ് ചെയ്തിട്ടൊരു വീഡിയോ ഉണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ സാറിനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിനും DGP സാറിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സർ, നാളിതുവരെ ഞാൻ ഒരു വിക്റ്റിമായ ഒരു വ്യക്തി വന്ന് പബ്ലിക്കിലൊരു വീഡിയോ ആവട്ടെ, പോലീസ് സ്റ്റേഷനിലാവട്ടെ, ഓപ്പറേഷൻ തൂഫാനായിട്ടുള്ള അവരുടെ കോണ്ടാക്റ്റിലാവട്ടെ, ഇതിലെല്ലാം ഞാൻ വിളിച്ച് ഒരു വ്യക്തിമായ ഒരു വ്യക്തി വിളിച്ച് തെളിവ് സഹിതം കേരളത്തിലെ നമ്പർ 1 വനിതാ ഡീലറായ ദിയാസനയ്ക്കെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. നാളിതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല. അവരെ ചെക്ക് ചെയ്യണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണ് സർ. അതുകൂടാതെ ഇപ്പോൾ എൻ്റെ പേരിലും കുറേ അലിഗേഷൻ വരുന്നുണ്ട്, ഞാനും ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. സർ, എന്നെയും പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇത് എനിക്ക് വേറൊരു മാർഗമില്ലാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സാറിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എൻ്റെ വീട്ടിൽ ഞാനൊരു വിക്റ്റിമാണ്. എൻ്റെ വീട്ടിൽ വന്ന് ദിയാസന ഫെബ്രുവരി 15 കുറച്ച് ഫ്രണ്ട്സുമായിട്ട് വന്നിട്ട് ദിയാസനയും ഒരു പയ്യനും കൂടി ഈ MDM യൂസ് ചെയ്തത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും ആ നിമിഷം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു പേടിച്ച് വല്ലാത്ത അവസ്ഥയിൽ നിന്നും അത് എങ്ങനെ ഡീല് ചെയ്യണമെന്ന് എനിക്കറിയാതെ എങ്ങനെയെങ്കിലും ഇവരെ പറഞ്ഞയച്ചാൽ മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന രീതിയിൽ നിന്നപ്പോൾ പോലും എന്നെയും നിർബന്ധിച്ചു. എൻ്റെ കൂടെ ബിഗ് ബോസ് താരമായിട്ടുള്ള കുറച്ച് അവരെയും നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു ഇവർ. ഞാനതിന് തടസ്സം പറഞ്ഞു, എതിര് പറഞ്ഞു, ഞാൻ മാറി. അതിനുശേഷം അന്ന് അങ്ങനെ അങ്ങ് പോയി അവർ. അതിനുശേഷം വീണ്ടും ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരികയാണ് കുറച്ച് പേര് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെതിരെ ഞാൻ എതിർത്തത് കൊണ്ട് പുള്ളിക്കാരിക്ക് എൻ്റെ അടുത്ത് ദേഷ്യവും എൻ്റെ പേഴ്സണലായിട്ടുള്ള വീഡിയോസും വോയിസ് റെക്കോർഡും എല്ലാം വെളിയിലിട്ട് ഇത് വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തുമെന്നുള്ള കുറേ ഭീഷണിയുമായിട്ടാണ് അവർ വന്നത്. ദയവ് ചെയ്ത് സാർ, ഞാൻ ഈ പറയുന്നത് കള്ളമാണെങ്കിൽ സാർ ഞങ്ങൾ രണ്ടുപേരെയും പരിശോധിക്കുക. ഇവിടുത്തെ ഏറ്റവും വലിയ വനിതാ ഡീലറിനെ ആയിരിക്കും സാർ ഇത് കാരണം നമ്മളുടെ കേരളത്തിന് തന്നെ കിട്ടുന്നത്. സർ, ഇതുപോലത്തുള്ള തെളിവ് സഹിതം വന്ന് ഒരു വിക്റ്റിമായ ഒരാൾ വന്ന് പറയുമ്പോൾ അത് നിയമ നടപടികൾ എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് സർ നിങ്ങളോട്. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ് നടത്തുന്ന നമ്മളുടെ കേരളത്തിനായാലും മറ്റൊരു മാതൃകയാവണം സാർ ഇത്. ഓക്കെ, ഇതാണ് അപ്പോൾ സജിന മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കോൾ ഔട്ട് ചെയ്തിട്ട സാധനം. അതായത് നിങ്ങൾ എന്തുകൊണ്ടൊന്നും ചെയ്യുന്നില്ല, ഞാൻ വിക്റ്റിമാണ്, ഞാൻ ലഹരി ആരോപണം
ഒരാൾക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. അത് ലഹരിക്കടത്തും ലഹരി വിൽപ്പനയും ലഹരി ഉപയോഗിക്കലൊക്കെ ഒരാൾക്കെതിരെ ഉന്നയിച്ചു, നിങ്ങളെന്തുകൊണ്ട് അതിലൊരു തീരുമാനം എടുക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് മേ ബി ഇതുകൊണ്ടുള്ളൊരു പ്രഷർ എന്താണെങ്കിലും ഉണ്ടാവും. ഇതുകൊണ്ട് കേസും കാര്യങ്ങളൊക്കെ എടുക്കുമായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് ഇങ്ങനെ ഓപ്പണായിട്ട് വീണ്ടും വീണ്ടും ഈ സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനൊരു എൻഡ് വരുന്നുണ്ടോ? ഇപ്പോൾ തൊപ്പി ഷമീർ സീനിൽ ഷമീർ ഇന്നലെ, അത് ഞാൻ വേറെ വീഡിയോ ചെയ്യാം, ഷമീർ ഇന്നലെ പോയിട്ട് മൂത്രം ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് സീക്രട്ട് ഏജൻറ്റിനെ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഈ മൂത്രം ടെസ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് നടക്കുന്നു? ഇത് നാട്ടുകാരെ കണ്ണിൽ പൊടിയിടാൻ വേണമെങ്കിൽ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് ചെയ്യാം, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. കാരണം ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടി അത്രേ ഉള്ളൂ, അത് ചെയ്യാമല്ലോ. അത്രയും ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൽ ഇവർക്ക് ആർക്ക് വേണമെങ്കിലും ലഹരി ആരോപണം നടത്തുന്നതോ അല്ലെങ്കിൽ ഈ ലഹരി ആരോപണത്തിൽപ്പെട്ട ആളുകൾക്കോ ഇത് ചെയ്യാം. ഡെഫിനറ്റ്ലി അവരെ കൊണ്ട് ചെയ്യുന്നവർക്ക് ചെയ്യാം. ഷമീർ ചെയ്തു, ഞാൻ സമ്മതിച്ചു. പക്ഷെ അതിൽ കൂടുതൽ ഈ ആരോപണം വീണ്ടും നിൽക്കുകയാണെങ്കിൽ ചെയ്യേണ്ടത് ബാക്കി സിസ്റ്റമാണ്. ആ സിസ്റ്റം ചെയ്യണം. ആ സിസ്റ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായി കേസ് എടുക്കാൻ മാത്രം. ഒരു പോലീസ് സ്റ്റേഷനിൽ വെറുതെ എന്നാൽ കേസ് എടുക്കൂ? ആഭ്യന്തരമന്ത്രി എന്ന് വിചാരിച്ചിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ആര് പോയിട്ട് ആർക്കെതിരെയും കേസ് എടുക്കാൻ പറഞ്ഞാലും ആരോപണം ഉന്നയിച്ചാലും പോയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് അതേ നിങ്ങളുടെ ആരോപണം വന്നിട്ടുണ്ട്, വീഡിയോ ഇത് കേസ് എടുക്കുമെന്ന് പറയാൻ പറ്റുമോ രമേശ് ചെന്നിത്തലയ്ക്ക്? ഇല്ല. തെളിവുകൾ കൊടുത്താൽ, ഓക്കെ, പ്രൈമ ഫേസിൽ അതിൽ അന്വേഷണത്തിൽ എന്തെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ FIR ഇടാൻ പറ്റും. അത്രയേ ഉള്ളൂ. അപ്പം അതിനുള്ള എവിഡൻസുകൾ കൊടുക്കാതെ വീണ്ടും വീണ്ടും വന്നിരുന്ന് അതല്ല. അല്ലെങ്കിൽ ഇതിലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് നമുക്ക് തരണം. ഇപ്പം ഒരു വല്ലാത്ത രീതിയിലൊരു വോയിസ് റെക്കോർഡ് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അത് ദയവ് ചെയ്ത് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽസ് ആരെ ഇടുന്നത് എത്രയോ ഞങ്ങളുടെ വോയിസ് റെക്കോർഡ് എല്ലാം നിങ്ങൾ ചാനലിൽ ആരെ ഇടുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങൾ ഈ ലീക്കായ ഈ വോയിസ് റെക്കോർഡ് 17 വയസ്സുകാരിയായ കുട്ടിയുടെ വോയിസ് റെക്കോർഡും എൻ്റെ വോയിസ് റെക്കോർഡും ഇപ്പം പല ചാനലിൽ കിടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ആ കുട്ടിയുടെ പേര് വരെ അതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു എവിടെയെങ്കിലും ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം നടന്നാൽ നമ്മൾ അതിജീവിത എന്നാണ് പറയുന്നത്. പേര് പോലും നമ്മൾ ആരുടെയും പറയില്ല. പിന്നെ ഇത് കേസ് നടക്കുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഈ കാര്യം പോലും ഇങ്ങനൊരു സംഭവം നടന്നിട്ടേ ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഇത് തെളിവിന് വേണമെങ്കിൽ അന്ന് എടുത്തിടാം, എവിടെ വേണമെങ്കിലും എനിക്ക് മീഡിയ എടുത്തിടാം. പക്ഷേ എനിക്കിത് കേസ് നടക്കുന്നതുകൊണ്ട് ഇത് ഇങ്ങനത്തെ ഒരു ലീഗൽ വശത്തിൽ ഇങ്ങനെ ചെയ്തുകൂടാ എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിത് പ്ലേ ചെയ്യാത്തതും അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾപ്പിക്കാഞ്ഞതും. ഇത് എൻ്റെ വിശ്വാസത്തോടെ ഞാൻ 2 ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഇതാണ് സംഭവം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അവരും അത് തന്നെ അവരുടെ ലീഗൽ വശം അവർക്ക് അറിയാവുന്നതുകൊണ്ട് ആ ചാനലുകാർ ഇട്ടിട്ടില്ല. അവരും അത് പറയുന്നുണ്ട്. പിന്നെ ഈ സാധനവും മിസ്സായത് തികച്ചും ദിയാസനയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് പല യൂട്യൂബ് ചാനലിലും കയ്യിലെത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ സ്റ്റേഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ പല തെളിവ് സഹിതം പല കാര്യങ്ങളും ദിയാസനയുടെ കയ്യിലുണ്ട്. ഞങ്ങൾ തന്നെ അവിടെ നിന്ന് ഞങ്ങൾ അവിടെയും ഇവിടെയും നിന്ന് കളിച്ച് ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കുന്ന സിറ്റുവേഷനിൽ പോലും വെൽ പ്ലാൻഡ് ആയിട്ടാണ്, ഫുൾ റെക്കോർഡ് ചെയ്യിച്ചിട്ടാണ് ഇതെല്ലാം പറയിപ്പിച്ച് വെളിയിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പേഴ്സണൽ റെക്കോർഡിങ്സ്, അതായത് ദിയാസനയോട് സജന സംസാരിച്ചതോ സജനയോട് റസൂൽ പൂക്കുട്ടി സംസാരിച്ചതോ റസൂൽ പൂക്കുട്ടിയും സജനയും സംസാരിച്ചതോ ഇതിലേത് റെക്കോർഡിംഗ് ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് നിങ്ങളുടെ പേഴ്സണൽ ലീക്കുകൾ വന്നതിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കുന്നതിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നടന്ന നിങ്ങളുടെ വിഷയങ്ങളാണ്, പ്രൈവസി പോയതിൻ്റെ വിഷയങ്ങളാണ്. പക്ഷെ ഒരു സൊസൈറ്റിക്ക് മൊത്തം കൺസേൺ ആവുന്നൊരു സീനാണ് 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ വിളിച്ച് ആ കുട്ടിയോട് ഒരു കൺഫെഷനാണ് ആ കുട്ടിയുടെ. ആ കുട്ടി എല്ലാം വിശ്വസിച്ചിട്ടാണ് സജനയോട് പറയുന്നത്. സജന അങ്ങോട്ട് പറയുന്നുണ്ട് ഇതൊന്നും എവിടെയും പോവില്ല, ആരോടും പറയില്ല. ആ റെക്കോർഡിങ് ഇനി എന്ത് സജനേനെ വിശ്വസിപ്പിക്കാൻ വേറെ ചാനലുകൾക്ക് അയച്ചു കൊടുത്തതാണെങ്കിലും അത് സജന ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. ആ കുട്ടിയോട്, ഓക്കെ, ആ കുട്ടിക്ക് മേ ബി ഇപ്പോൾ 18 വയസ്സിന് മുകളിലുണ്ടാവാം, ബട്ട് സ്റ്റിൽ നടന്ന സമയത്ത് ആ കുട്ടിയുടെ ഏജ് എന്താ? ഇപ്പം ആ കുട്ടി വിക്റ്റിമാണ്. ഓക്കെ, ആ ഒരു സാഹചര്യത്തിൽ ആ കുട്ടി കാര്യങ്ങൾ പറഞ്ഞത് സജന എന്തിൻ്റെ ബേസിലാണ് 2 ചാനലിന് അയച്ചു കൊടുത്തതെന്ന് എനിക്കറിയില്ല. ഇനി അയച്ചു കൊടുത്തു എന്ന് പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു കേസാണെന്നുണ്ടെങ്കിൽ പോലീസുകാർ അപ്പം എന്തുകൊണ്ട് സജനേനെ ആ ടൈമിൽ അതെന്തിനു അയച്ചു കൊടുത്തു എന്നുള്ള ചോദ്യം ചെയ്തില്ല എന്നുള്ളത് എനിക്കറിയില്ല. ശരിക്കും അയച്ചു കൊടുത്തത് ക്രൈമാണ്, അത് പബ്ലിഷ് ചെയ്തത് ക്രൈമാണ്. ഇപ്പം ഇത് ദിയാസനയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ദിയാസന അത് പബ്ലിഷ് ചെയ്യാൻ ബാക്കി ചാനലുകൾക്ക് അയച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ സജനയോട് ചോദിച്ചിട്ടുണ്ട് അതെങ്ങനെ, അതിൻ്റെ ക്രെഡിബിലിറ്റി എന്താണെന്നുള്ളത്. കാരണം ഈ വീഡിയോ വന്നത് ഷെഫീന ബീവിയുടെ ചാനലിലാണ്. ഷെഫീന ബീവിയുടെ ചാനലിൽ നിന്നാണ് കട്ട് ചെയ്തിട്ട് ബാക്കി ചാനലുകാർ ഇത് എടുത്തുകൊണ്ട് പോയിട്ടുള്ളത്. വളരെ എവിഡൻ്റ് ആണ്. ഓക്കെ,
കാരണം ആ പീസ് മാത്രം ഷെഫീന ബീവിയുടെ ചാനലിൽ വന്ന ആ പീസ് മാത്രമാണ് ബാക്കി ചാനലുകൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ദിയാസന കൊടുത്തതാണെങ്കിൽ ദിയാസനേൻ്റെ കംപ്ലീറ്റ് റെക്കോർഡ് സജിന കൊടുത്തിട്ടുണ്ടെങ്കിൽ എഗൈൻ ആ കൊടുക്കുന്ന ഒരു ക്രൈമാണ്. അത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലെ എല്ലാ പോർഷൻസും എല്ലാ യൂട്യൂബ് ചാനലിലും വരണ്ടേ? അതെന്താ ഷെഫീന ബീവിൻ്റെ ചാനലിൽ വന്ന പോർഷൻ മാത്രം ബാക്കി ചാനലുകളിൽ വന്നേ? ഇനി അത് പോസ്റ്റ് ചെയ്ത ചാനലുകളുടെ അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. നിങ്ങൾ എന്തിനാണ് അതെടുത്ത് പോസ്റ്റ് ചെയ്തത്? ഇവിടെ ഇത്രയും വലിയൊരു കേസ്, ഒരു കേസ്, ഈ കേസിനകത്ത് ആ വിക്ടിമിൻ്റെ ഐഡൻറ്റിറ്റി പേര് വരെ റിവീൽ ആവുന്ന ഒരു സാധനം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്തിനാ അതെടുത്ത് പോസ്റ്റ് ചെയ്തു? നിങ്ങൾക്ക് ഇത്ര കാലമായിട്ട് ഈ വീഡിയോസിൻ്റെ പരിപാടി ചെയ്യുന്ന ആളുകൾ വരെ ഇതെടുത്ത് പോസ്റ്റ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കുറേ മുക്കി പോവുകയും ചെയ്തു. എഗെയിൻ സജിനയ്ക്ക് വന്നിരുന്നിട്ട് ഇതിലൊന്നും പറയാൻ പറ്റില്ല. ഞാൻ 2 ചാനലിന് എൻ്റെ ക്രെഡിബിലിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി അയച്ചു കൊടുക്കാൻ പാടില്ല. നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ആ കുട്ടി ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് നിങ്ങൾ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് CWCക്ക് കൊടുത്ത് അത് പോലീസ് സ്റ്റേഷനിൽ കേസാക്കി ആ കുട്ടിക്ക് പ്രൊട്ടക്ഷൻ മേടിച്ചു കൊടുക്കാൻ വേണ്ടേ? അതിന് വരെ നമ്മൾ കേട്ടത് ഫിറോസ് ഖാൻ വന്ന് വിളിച്ച സമയത്ത് ഞാനത് നോക്കാം, പോലീസുകാർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കും എന്ന വർത്താനം നിങ്ങൾ പറഞ്ഞു. അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ ഇതിനെതിരാണ്. ഇത് ചെയ്യാൻ പാടില്ല. ഈ വിഷയങ്ങളിൽ ഏറ്റവും സീരിയസ് വിഷയം ഇതാണ്. ഈ ഒരൊറ്റ സംഗതിയാണ്. ഇത് ലീക്കായതിൻ്റെ റെസ്പോൺസിബിലിറ്റി, കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ്. സജിന ഇത് അയച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ആ കാര്യം സജിന ആക്സെപ്റ്റ് ചെയ്യണം. ദിയാസന ഇപ്പോൾ കുറേ ഡേറ്റിൻ്റെ കുറേ സംഭവങ്ങൾ ഞാൻ പറഞ്ഞു, ദിയ നീ എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല, ശരി സമ്മതിച്ചു, തീർന്നില്ലേ? പക്ഷെ നീ ടെസ്റ്റ് ചെയ്യൂ. വീണ്ടും ഞാൻ പറയുന്നു, നീ ടെസ്റ്റ് ചെയ്യാനല്ലേ പറഞ്ഞു. ഇപ്പം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് എനിക്കുണ്ടെങ്കിൽ ഞാൻ ഈ നിമിഷം വന്ന് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് എന്നല്ല ഒരു വിശ്വാസമുണ്ട്. പക്ഷെ എന്താ ദിയയ്ക്ക് ഒരു വിശ്വാസമില്ലേ? അത് മറയ്ക്കാൻ വേണ്ടി ദിയാസനെ കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരവും തെണ്ടിത്തരവും തന്നെ പറയാം. കാരണം ഇപ്പം കാണിച്ച ഈ വോയിസ് റെക്കോർഡ് ലീക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ പല ചാനൽസുകാരുടെ കയ്യിലും ആ വീഡിയോ വോയിസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളെല്ലാം ബഹുമാനിച്ച് തന്നെ പറയുന്നത്, യൂട്യൂബ് ചാനൽസിൽ നിങ്ങൾക്കുള്ള വരുമാനം, നിങ്ങളെ കാര്യങ്ങളൊക്കെ, പക്ഷെ നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങളത് പ്ലേ ചെയ്യരുത്. അങ്ങനെ പ്ലേ ചെയ്തിട്ടുള്ളവരെല്ലാം ദയവ് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് കേസ് വഴി പോകുന്നതാ, ഇത് ആര് വഴി വന്നു, എങ്ങനെയാണെന്നുള്ള എല്ലാം വെളിയിൽ വരും. നിങ്ങളും കൂടെ നിങ്ങളെ ചാനലും കൂടെ പൂട്ടുന്ന രീതിയിലായിരിക്കും. ഇപ്പം എത്രയോ വോയിസ് റെക്കോർഡ് ഞങ്ങളതെല്ലാം വന്നു, അത് ഓക്കെ, അത് അവിടെ കിടന്ന് ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ അല്ല 17 വയസ്സുകാരി ആവാത്തൊരു പൂർത്തിയാവാത്തൊരു കൊച്ചിൻ്റെ ആ സമയത്ത്, ഇപ്പം കുട്ടിക്ക് 18 വയസ്സുണ്ട്, പക്ഷെ അതൊരു അതിജീവിതയാണ്. ആ കുട്ടിയെ ഇതിനകത്തിട്ട് ഒരു വിക്ടിമിനെ അതിനകത്തിട്ട് ഇതാക്കരുത് നിങ്ങൾ ദയവ് ചെയ്ത്. ഞാൻ നിങ്ങളത് റിക്വസ്റ്റ് ചെയ്യാണ്. പിന്നെ നിങ്ങൾ ഇനിയും ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടും നിങ്ങളത് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഫുൾ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. ഞാനിത് സ്റ്റേഷനിൽ കൊണ്ട് നേരത്തെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ റെക്കോർഡ്സ് കാര്യങ്ങൾ, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ലീക്കാവും, എനിക്ക് പേടിയുണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ അന്നേ ഞാൻ കേസ് ഫയൽ ചെയ്ത് വെച്ചുകൊണ്ട് എന്തായാലും എൻ്റെ തലയിൽ വരുത്തില്ല. ഞാൻ ലീക്കായിട്ടുണ്ടെങ്കിൽ 2 ചാനൽ വെച്ചിട്ടുണ്ട്, അവർക്കും ഈ ലീഗൽ വശമായതുകൊണ്ട് അവരും ലീക്കാക്കത്തില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പം ലീക്കാക്കിയ വ്യക്തി ആരാണെന്ന് എനിക്ക് വ്യക്തതയായിട്ടുണ്ട്. കാരണം ഇത്രയും വോയിസ് റെക്കോർഡ് ആരൊക്കെയാണോ ലീക്കാക്കിയ ആ ദിയാസന തന്നെയാണ് ഇത് ലീക്കാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ ദയവ് ചെയ്ത് ഞാൻ പറയുക, വീണ്ടും ദിയയുടെ കാര്യങ്ങൾ മറയ്ക്കാൻ വേണ്ടി ദിയ പല കാര്യങ്ങളും കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ദിയാസന, നീ ഇപ്പോഴും ഞാൻ പറയുന്നു, നീ ചെയ്തിട്ടില്ല എങ്കിൽ, ഞാനിപ്പം എൻ്റെ ഡേറ്റ് വന്നിട്ട് ആ ഡേറ്റിൽ ഇവിടെ എത്തിയിട്ടില്ല, ഈ ഡേറ്റിൽ ഇവിടെ എത്തിയിട്ടില്ല എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നീ ചെയ്തിട്ടില്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യൂ കുട്ടി. പേടിയുണ്ടോ? എന്തിനാണ് ഈ വെറുതെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എഗെയിൻ ഞാൻ പറയുന്നു, 17 വയസ്സിൽ ആ കുട്ടിക്ക് സംഭവിച്ച കാര്യങ്ങൾ, ആ കുട്ടി നിങ്ങളോട് സംസാരിച്ചതിൻ്റെ വോയിസ് ക്ലിപ്പ് ലീക്കായതിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ് സജിന. നിയമപരമായിട്ടും അത് വിഷയമാവും. ഓക്കെ, നിങ്ങൾ ആർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പാടില്ല. അതാണ് അതിൻ്റെ റിയാലിറ്റി. ഷെയർ ചെയ്ത് കൊടുത്തവർ അത് പബ്ലിഷ് ചെയ്തത് അത് വേറൊരു സീന്. ഇനി ദിയാസനയെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദിയാസനേനെ അന്വേഷിക്കണം. കാരണം ദിയാസനേൻ്റെ ഫോണിലേക്ക് അങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് പോയിട്ട് ആ വോയിസ് ക്ലിപ്പ് ദിയാസനയുടെ ഫോണിൽ നിന്ന് വേറൊരാൾക്ക് ഫോർവേഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പോലീസ് അന്വേഷിക്കട്ടെ, അതും അന്വേഷിക്കണം. ഈ ലഹരി ആരോപണത്തിൻ്റെ കേസിൽ ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ എൻ്റെ കണ്ണിൽ ഞാൻ ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം ഇവരുടെ കൂടെ പോയിട്ടുണ്ട്. ഞങ്ങൾ ഷോസിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബിഗ് ബോസിൻ്റെ അസോസിയേഷൻ്റെ പരിപാടികൾക്ക് പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ദിയ ചേച്ചിയാണെങ്കിലും സജിനയാണെന്നുണ്ടെങ്കിലും ഈ 2 പേരും ഇപ്പോൾ മദ്യപാനം, സിഗരറ്റ് വലി, ഇതൊക്കെ ഞാൻ അവിടുന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ അതിന് മുകളിലുള്ളൊരു ലഹരി ഉപയോഗത്തിനെ കുറിച്ച് എനിക്കറിവില്ല പേഴ്സണലി. പക്ഷേ എനിക്കറിയില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്കൊരു ക്ലാരിറ്റി വേണമല്ലോ. ഇവർ നമ്മളോട് ചോദിക്കുമ്പോഴും പറയുന്നത് ഇവരാരും ഉപയോഗിക്കാറില്ല എന്നാണ്. അങ്ങനെയാണ് ഓബിയസ്ലി. ലൈക്ക് ഞാൻ നേരിട്ട് ചോദിക്കാറുണ്ട്, ഉണ്ടെങ്കിൽ പറയണം.
ഓക്കെ, കാരണം ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് നിങ്ങളോടുള്ള അത്ര തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ റെസ്പോൺസിബിലിറ്റി എനിക്ക് എൻ്റെ വ്യൂവേഴ്സിനോടുണ്ട്. എനിക്ക് നാളെ ഇതൊക്കെ തെളിഞ്ഞതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളെ തെളിഞ്ഞു, നീ മണ്ടനായില്ലേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റില്ല. ഞാൻ ഇപ്പം തന്നെ എൻ്റെ വ്യൂവേഴ്സിനോട് പറയുന്നു, എൻ്റെ അറിവിൽ ഞാൻ ഇരുന്ന സദസ്സിൽ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ഉപയോഗിച്ചതായിട്ട് എനിക്കറിയില്ല. ഇനി ഇതിൻ്റെ ഉപയോഗമുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നാളുകൾ ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യണം, നിർബന്ധമായും ടെസ്റ്റ് ചെയ്തോട്ടെ. ഓക്കെ, അല്ലെങ്കിൽ പ്രൂഫുകൾ വരണം. അലിഗേഷൻസ് ആയിട്ട് നിന്നിട്ട് കാര്യമില്ല. ഫൈൻ. എന്നെക്കുറിച്ചൊരു വല്ലാത്തൊരു രീതിയിൽ ഒരു പെൺകുച്ചും പറയുന്നുണ്ട്. അവളെ ഡീറ്റെയിൽസും പയ്യെ നിങ്ങൾക്ക് കിട്ടിക്കോളും. അവൾ എന്താണെന്നുള്ളതും ഞാൻ കുറേ ആൾക്കാർക്ക് അവരുടെ ഡീറ്റെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവരെന്താണെന്നുള്ളത് ചാനലുകാർക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ റോഷിനി എന്താണെന്ന് ദുബായിലും തിരക്കുക, റോഷിനിയുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ കുറേ തെളിവുകൾ കുറേ മീഡിയക്കാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതും പറയും. അപ്പം ഈ പുള്ളിക്കാർ ഇവരെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവരണം. നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ ക്രൂശിച്ച് നിങ്ങൾ ഒരു ബിസിനസ് ആക്കാതെ നിങ്ങൾ നല്ല ഇങ്ങനെ വൃത്തികേട് ചെയ്യുന്ന ആൾക്കാരെ പുറത്ത് കൊണ്ടുപോകാം. ഓക്കെ, ഈ റോഷിനി ഞാൻ പറഞ്ഞല്ലോ, റോഷിനി എനിക്ക് ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ സജനയെ കൊണ്ടുവന്നതല്ല എന്നും സജനയെ പെടുത്തിയതല്ല എന്നും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷവും സജന അവരെ കോണ്ടാക്ട് ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ കാര്യങ്ങളാണ് എനിക്ക് അയച്ചു തന്നതും ഞാൻ വീഡിയോ ചെയ്തത്. ഇപ്പോൾ ഈ റോഷിനിയുടെ തന്നെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, ഈ ഗോൾഡ് ഡീലായിട്ട്. അതാണ് ഈ സജന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വോയിസ് ക്ലിപ്പ് എനിക്കും കിട്ടിയതാണ്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു പോർഷൻ ഇവിടെ വയ്ക്കാം. ഹലോ, എടാ ഞാൻ മെസ്സേജ് അയച്ചാൽ എനിക്ക് എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യണം. എനിക്കത് എൻ്റെ ക്ലിയർ ചെയ്തേ പറ്റൂ. കാരണം ഞാൻ ഈ ഒരുമാതിരി കേൾക്കണേനൊക്കെ ഒരു വാശി എല്ലാവർക്കും ഉണ്ട്. ഇപ്പം എനിക്ക് വേണമെങ്കിൽ വാശിക്ക് പറയാം, അവർക്ക് ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ ഗവൺമെന്റിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടും ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടും അവർ ചെയ്തൊരു കള്ളത്തരം. മറ്റവർക്ക് എന്ന് വെച്ചാൽ അവരുമായിട്ട് എന്തോ പൈസയുടെ എന്തോ അവർ തമ്മിൽ എന്തോ ഇടപാടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതെന്തോ കൊടുക്കാതിരിക്കുക, അത് ഞാൻ അറിയേണ്ട ആവശ്യമുള്ള കാര്യമല്ല. എനിക്ക് ഒരു വർക്ക് കിട്ടി, ഇന്നൊരു സാധനം ഒരാൾ കൊണ്ടുവന്ന് ഏൽപ്പിക്കണ ഈ സാധനം ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെന്നാണെങ്കിൽ അവരതിൻ്റെ എത്രയെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ പേയ്മെന്റ് എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഇവരല്ല, ഈ ലോകത്ത് ഏതൊരു മനുഷ്യൻ്റെ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ഡീല് ചെയ്യുമെന്ന് വെച്ചാൽ എനിക്കത് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് പറ്റൂന്നാണ്, ഞാൻ പറ്റൂന്ന് തന്നെ പറയാൻ ഞാനത് ചെയ്യുകയും ചെയ്യും. അതുപോലെ ചെയ്തതാണ്. അതിൻ്റെ കയ്യിൽ എനിക്ക് ഇവരുമായിട്ട് മാനസികമായിട്ട് ഒരു അടുപ്പമില്ല. ഇവരെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, മനസ്സിലായില്ല. എനിക്ക് ഇവരെ അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണ്. ഇപ്പം എനിക്ക് ഈ വർക്ക് പറഞ്ഞ ആൾക്കാരെയും എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ആ സമയത്ത് എനിക്ക് നിക്കക്കളിയില്ലാത്തൊരു സമയമായിരുന്നു. ഞാനത് ഓക്കെ പറഞ്ഞ് ചെയ്തു. പക്ഷെ അത് ഇത്രത്തോളം ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷനിലോട്ട് പോകുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. സത്യത്തിൽ അത് ചെയ്തതിൻ്റെ പേരിൽ അത് വേണ്ടായിരുന്നു എന്ന് അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലെന്താണ് അത് ചെയ്യണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഇങ്ങനത്തെ ഒരു സംഭവമായി പോയല്ലോ എന്ന് ആ സമയത്താണ് വിചാരിക്കുന്നത്. പക്ഷെ അത് ഇത്രയും പോലും നീളൂലായിരുന്നു. ഈ ദിവസം വരെ പോലും ഇത് നീണ്ടു പോകൂലായിരുന്നു. ഇവര് ചെയ്തത് എന്താന്ന് വെച്ചാൽ, പോയത് അവരുടെ മുതൽ തന്നെയാണ്, എനിക്കറിയാം. അവരുടെ മുതൽ പോയാൽ അവർ അന്വേഷിക്കും. അഫ്കോഴ്സ് ഇപ്പം എൻ്റെ മുതലാണ് പോണെങ്കിൽ ഞാനും അന്വേഷിക്കും. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇത് ആരുടെ മുതലാണ്, ഇതെന്താണ് സംഭവം, ഞാൻ ഇതൊന്നുമല്ല. എന്നെ വിളിച്ചിട്ട് ഒരാൾ പറഞ്ഞത് കാര്യം ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് പേയ്മെന്റ് തരാന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ആരാണെങ്കിലും ആരുടെയും കാര്യം അറിയില്ല, ഞാനത് ചെയ്യും. കാരണം എനിക്ക് ഇത്ര റിസ്ക് പിടിച്ചിട്ട് നിൽക്കുന്ന എൻ്റെ ലൈഫ് അങ്ങനെയാണ്. എനിക്ക് റിസ്ക് എടുക്കാൻ വേണ്ടി തയ്യാറായി തന്നെ നിന്നൊരാളാണ് ഞാൻ. അപ്പം അതിൻ്റെ ഇതിലെ പുറകിൽ എന്താണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് അന്വേഷിച്ചിട്ടില്ല, ഞാൻ ചിന്തിച്ചിട്ടുമില്ല. അതെൻ്റെ പൊട്ടത്തരാണ്, ഞാനത് ചിന്തിക്കണമായിരുന്നു. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം റോഷിനിയുടെ പാസ്റ്റ് ഡിഗ് ചെയ്യല്, സജിനയുടെ പാസ്റ്റ് ഡിഗ് ചെയ്യല്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ദിയാസനയുടെ പാസ്റ്റ് ഡിഗ് ചെയ്യല്, നോ, അതല്ല പരിപാടി. ഈ ഒരു പെർട്ടിക്കുലർ കേസിനകത്ത് ഈ പാസ്റ്റ് ഡിഗ് ചെയ്യാൻ പോയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രസൻറ്റിലെ ലഹരി ആരോപണവും ഈ കേസ് 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ റിയാലിറ്റി, ഓക്കെ, ഈ രണ്ട് സാധനവുമാണ്. കാറിൻ്റെ കേസ് പിന്നെ ഓബിയസ്ലി ഇനി കോടതിയിലായതുകൊണ്ട് ഇപ്പോൾ അതിനൊന്നും പറയാനുമില്ല. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങൾ ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് വിഷയങ്ങളുമാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ. അത് പോലീസ് ഡെഫിനറ്റ്ലി ഇപ്പം എത്രയൊക്കെ ആവുകയാണ്, ഇത് സോഷ്യൽ മീഡിയയിൽ കടന്ന് ഇത്രയും ആളുകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോൾ 100% ഇതിലൊരു അന്വേഷണം വേണം തന്നെയാണ് പറയുന്നത്. അന്വേഷിച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ തെളിയുമായിരിക്കും. ഇല്ലെങ്കിൽ ആർക്കൊക്കെ എതിരെ ആരോപണം വന്നു അവർ ക്ലീൻ ആണെങ്കിൽ ക്ലീൻ ആണെന്ന് അറിയാം, അല്ലെങ്കിൽ അല്ല എന്നറിയാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി ഇത് കേസാക്കിയിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകും. അല്ലാതെ ഇനിയും വന്നിരുന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ സ്റ്റോറി ഇട്ടും വീഡിയോ ഇട്ടും തമ്മിൽ ആരോപണങ്ങൾ ഉന്നയിച്ചും നോ. ഇനി ആരോപണ വിധേയരായ ആൾക്കാർ, ഇപ്പോൾ സജിന പറയുന്നുണ്ട് ഞാൻ റെഡിയാണ് ടെസ്റ്റ് ചെയ്യണം. സജിന പോയിട്ട് സജിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ യൂറിൻ കൊടുത്തിട്ടുള്ള ടെസ്റ്റാണ്. അപ്പോൾ അത് ചെയ്യും.
ഇപ്പോൾ ദിയ ചേച്ചിക്ക് വേണമെങ്കിലും യൂറിൻ കൊടുത്തിട്ടുള്ള ടെസ്റ്റ് ചെയ്യാം, ആർക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യാം. അത് നിങ്ങൾ ചെയ്യുക. ചെയ്തതിന് ശേഷം വേണമെങ്കിൽ അതിൻ്റെ പ്രൂഫ് വെച്ചോ. ഇന്നാലെങ്കിലും ഈ റീസെൻറ്റ് ടൈംസിലൊന്നും നിങ്ങൾ ഉപയോഗിച്ചില്ല എന്നുള്ളൊരു സാധനം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല പൊതുജനങ്ങളോട്. പക്ഷേ ഷമീർ ചെയ്ത അതാണ്, അതുപോലെ കാണിക്കാൻ പറ്റും. അതിൽ മുകളിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തമ്മിൽ ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിക്കാതെ കേസുമായിട്ട് പോവാം. ഓക്കെ, ഇനി ദിയ ചേച്ചി ഈ പറഞ്ഞ ഡേറ്റിന് ഇപ്പോൾ സജിനേൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഈ ഡേറ്റിനല്ല വന്നത് എന്നുണ്ടെങ്കിൽ, സോ ആ ഡേറ്റ് സജിനയ്ക്ക് പാളിപ്പോയിട്ടുണ്ട്. സജിന പറഞ്ഞ ഡേറ്റ് ഉണ്ടായിരുന്നു, ഈ 15 ഫെബ്രുവരി എന്ന് പറഞ്ഞ ഡേറ്റ്. ആ ഡേറ്റിന് ഈ പറഞ്ഞ ദിയാസനയും അല്ലെങ്കിൽ ബാക്കി ഒപ്പമുള്ളവരും അവിടെ ചെന്നിട്ടില്ല എന്നുള്ളത് ദിയാസന കൺഫേം ആയിട്ട് പറഞ്ഞു. ഈ വീഡിയോ പുറത്തിട്ടപ്പോഴാണ് സജിന പറയുന്നത് ആ ഡേറ്റിനല്ല, ആ ഡേറ്റിന് വ്യത്യാസമുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഒരു കാര്യത്തിൽ ക്ലാരിറ്റി ഇല്ലാത്ത ചാടി പുറപ്പെട്ട് അത് പബ്ലിക്കിനോട് പറയുന്ന കാര്യങ്ങൾ, അത് നാളെ വേറൊരു വള്ളിയാവും. പിന്നെ മാറ്റി പറഞ്ഞു മറച്ചു പറഞ്ഞു എന്നുള്ള പേര് കേൾക്കേണ്ട ആവശ്യം, അങ്ങനത്തെ ഒരു അവസ്ഥ വരില്ലേ. ആദ്യമേ ക്ലാരിറ്റിയിൽ പ്രൂഫുകൾ ഉണ്ടെങ്കിൽ പ്രൂഫുകൾ വെച്ച് തന്നെ സംസാരിക്കുക. ഇനി അത് പബ്ലിക്കിനോട് സംസാരിക്കാൻ വയ്യ, നിങ്ങൾ കേസ് കൊടുത്തിട്ട് പോലീസിന് കൊടുത്തോ, പോലീസ് കേസ് ആയിക്കോട്ടെ, ആ വഴിക്ക് പോയിക്കോട്ടെ, അങ്ങനെയാവണമല്ലോ. അപ്പോൾ ഇതിൽ ദിയ ചേച്ചി ഈ പറഞ്ഞ സ്നേഹസ്പർശം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്നിട്ട് വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ഹലോ, ഹായ് എവ്രിവൺ. ഞാനിപ്പോൾ ഉള്ളത് വെഞ്ഞാറമൂടുള്ള സ്നേഹസ്പർശം എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. സജിനയ്ക്ക് ഈ സ്ഥലം അറിയായിരിക്കുമല്ലേ? സജിന അറിയില്ല എന്ന് പറയരുത്, സജിനയ്ക്ക് പ്രത്യേകം അറിയാം ഈ സ്ഥലം. കാരണം സജിന ഇവിടെ വന്നിട്ടുണ്ട്, സജിനയെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മാനസികാരോഗ്യം വെല്ലുവിളികളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് അമ്മമാര് നിൽക്കുന്ന സ്ഥലമാണ്. ഇതിന്റെ നടത്തിപ്പുകാരെന്ന് പറയുന്നത് ജലീലിക്കയും സുജിയാണ്. അപ്പോഴേ ബാക്കി കാര്യങ്ങൾ അവർ പറയും. എന്റെ വീട്ടിൽ വന്ന് ദിയാസന ഫെബ്രുവരി 15-ന് ഫെബ്രുവരി 15-ാം തീയതി 12-നും 12:30-ക്കും 1 മണിക്ക് ഇടയ്ക്കാണ് നീ ഈ സാധനങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. കാരണം എന്തോ ഇനി ഈ അമ്മമാരുടെ പ്രാർത്ഥനയാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാക്കി കാര്യങ്ങളെല്ലാം ഇക്ക പറയും. ഇക്ക പറയിക്ക. നമസ്കാരം, എൻ്റെ പേര് ജലീൽ എന്നാണ്. ഞാൻ ഈ വെഞ്ഞാറമൂട് സ്നേഹസ്പർശം സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്റർ നടത്തുന്ന ആളാണ്. അപ്പോൾ ഇന്ന് പുലർച്ചയോടുകൂടി ഞാൻ ഈ സജിന നൂറിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ദിയാസനയുടെ വാട്സപ്പിലേക്ക് നോക്കിയപ്പോൾ ഓൺലൈനിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉടനെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദിയാസന ഈ 2-ാം മാസം 2 പ്രാവശ്യം എന്താ അവിടെ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം വന്നിട്ട് ഏകദേശം പിന്നെ ഒരു ദിവസം ഫുള്ള് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അന്ന് എറണാകുളത്തോ മറ്റോ പോകാനുണ്ട്, വരുന്ന വണ്ടി എന്തോ ഡിലേ ആണെന്നോ ഒക്കെ പറഞ്ഞിട്ട് അത് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. 9-ാം തീയതി 2-ാം മാസം 9-ാം തീയതി വന്നിട്ടുള്ളത് സൽമാൻ പിന്നെ മേഘ, ഇവരുടെ വിവാഹ വാർഷികമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ആർട്ടിസ്റ്റുകളാണ്. അതെ. പിന്നെ 2-ാം മാസം 15-ാം തീയതി ദിയാസന. ഒന്നുകൂടെ പറയിക്കാതെ. 2-ാം മാസം 15-ാം തീയതി പിന്നെ ദിയാസന. അന്ന് തലേദിവസം വാലന്റൈൻസ് ഡേ ആയിരുന്നു, അപ്പം വരാൻ പറ്റിയില്ലേക്ക, അമ്മമാരെ കാണണമെന്നും പറഞ്ഞിട്ട് വന്നിട്ട് പിന്നെ എറണാകുളത്ത് എവിടെ പോകണമെന്നും പറഞ്ഞിട്ടൊക്കെയാണ് നിന്ന് പിന്നെ ഞാൻ ഉറക്കം പറഞ്ഞെന്നും പറഞ്ഞിട്ട് കയറി പോകാൻ പോയി. പിന്നെ വൈഫൊക്കെയാണ് കൂടെ ഇരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇതില് 1:20 മണിയോടുകൂടി പോയി എന്നാണ് പറഞ്ഞിട്ട് കാണിച്ചേക്കുന്നത്. പിന്നെ കൂടാതെ പല സാഹചര്യത്തിലും ആർട്ടിസ്റ്റുകളെയും കൊണ്ട് വരലുണ്ട്. പിന്നെ ഒറ്റയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം രാവിലെ 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി 11 മണി 10 മണി ഈ സമയത്തൊക്കെയാണ് തിരിച്ചു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്നേഹസ്പർശത്തിൽ നിന്ന് ദിയ ചേച്ചിയുടെ വീഡിയോ ഞാൻ ഇമ്മീഡിയറ്റ്ലി കണ്ടപ്പോൾ ഞാൻ ദിയ ചേച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, ഇതിൽ ഈ എഴുതിയ സാധനം എനിക്ക് ഭയങ്കര ഡൗട്ട്ഫുള്ളാണ്, അതെന്താ അങ്ങനെ. അതിൻ്റെ ബാക്കി പേജുകൾ നോക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ അത് മാത്രം ഒരു കറുപ്പ് മഷിയിൽ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സാധനം പോലെ എനിക്ക് ഫാബ്രിക്കേറ്റഡ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താ അങ്ങനെ എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെയല്ല, ഇതിൻ്റെ ബാക്കി പേജുകളിലും ഇതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ദിയ ചേച്ചി എന്നോട് പറഞ്ഞു തന്നത്. ആൻഡ് അയാളുടെ നമ്പർ തന്നു എനിക്ക് പേഴ്സണലി, അയാളെ വിളിച്ച് സഹായിക്കുവാണെങ്കിൽ ചോദിക്കാം, അന്നേ ദിവസം ഞാൻ അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. ആൻഡ് അത് മാത്രമല്ല, ഇതിപ്പോൾ കേസും വിഷയങ്ങളും ആവുന്ന സമയത്ത് എന്ത് ചെയ്യാം, നേരെ പോലീസുകാർക്ക് തന്നെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം പബ്ലിക്കിൽ വന്നൊരു ഐറ്റം അല്ലേ, അവർക്ക് ഈ സ്നേഹസ്പർശത്ത് പോയിട്ട് ഈ സാധനങ്ങൾ എടുത്ത് അന്വേഷിക്കാമല്ലോ.
ഈ പറഞ്ഞ രജിസ്റ്റർ എടുത്ത് നോക്കാം. പിന്നെ ഇങ്ങനത്തെ ഒരു സ്ഥാപനം ആകുമ്പോൾ ഡെഫിനറ്റ്ലി അതിൽ CCTV ക്യാമറ ഉണ്ടാവും. അവിടെ പോയിട്ട് അത് നോക്കാം അന്നേ ദിവസം അവിടെ ഇന്നും ഔട്ടും ആയിട്ടുണ്ടോ ഈ വ്യക്തി എന്നുള്ളത്. അപ്പോൾ സജിന പറഞ്ഞ ദിവസം, ആ ദിവസത്തിൽ ഈ പറഞ്ഞ ദിയാസനയും ഒപ്പമുള്ളവരും എവിടെയായിരുന്നു എന്നുള്ളതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ. കാരണം CDR റെക്കോർഡ്സ് കിട്ടും, എല്ലാം കിട്ടും. ഇവരുടെയൊക്കെ ഫോണുകളിൽ നിന്ന് അങ്ങനത്തെ പല ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇവർ ആ ദിവസം വേറെ ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ അവിടെ നടത്തിയ പേയ്മെൻറ്റ് ഹിസ്റ്ററി കിട്ടും. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ട്രേസ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ ഇവർ എവിടെയൊക്കെ പോയി എന്നുള്ളതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. സോ എല്ലാവരെയും ട്രാക്ക് ചെയ്യാൻ പറ്റും. ആരും അങ്ങനെ മറ്റേ അൺഐഡൻറ്റിഫൈഡ് ഒബ്ജക്ട്സ് ഒന്നുമല്ല, UFOs ഒന്നും അല്ലല്ലോ, ഏലിയൻസ് ഒന്നുമല്ല. ഇതൊക്കെ മനുഷ്യന്മാരാണ്. ഇവരൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം അവിടെ ഉണ്ട്. സോ ലഹരിയാണെങ്കിൽ അങ്ങനെ ട്രാക്ക് ചെയ്യട്ടെ. ഇവർ ഈ പറഞ്ഞ ആരോപണങ്ങളിൽ നിന്നല്ലാതെ ഇതിൽ നിന്നൊരു ക്ലാരിറ്റി പൊതുജനത്തിന് കിട്ടുന്ന രീതിയിലുള്ള പോലീസ് കേസും അന്വേഷണവും ഇവിടെ നടക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. ആൻഡ് ഈ 17 വയസ്സ് ഉള്ള ആ ഒരു ടൈമിൽ ആ കുട്ടിക്ക് സംഭവിച്ച ആ വിഷയം, ഫിറോസ് ഖാൻ ചെയ്തു, ആ കുട്ടിക്ക് സീനായി എന്നറിഞ്ഞ ആ ഒരു കൺഫെഷൻ അതെങ്ങനെ പുറത്തു വന്നു, ആരുടെ കയ്യിൽ നിന്ന് ലീക്കായി, അതെന്താണെങ്കിലും സജിന അയച്ചു കൊടുക്കാതെ ആരും ഇത് ലീക്ക് ചെയ്യില്ല. അപ്പോൾ സജിനയാണ് അതിൽ ഫസ്റ്റ് പ്രതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ആര്? ഓക്കെ, സജിന ഉന്നയിക്കുന്നത് പോലെ ദിയാസനയാണോ അതോ സജിന അയച്ചു കൊടുത്ത വേറെ ചാനൽസ് ആണോ? പിന്നെ ഈ വിഷയത്തിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, എനിക്ക് ഫിറോസ് ഖാൻ സംസാരിച്ചതിലോ ഫിറോസ് ഖാൻ്റെ ഭാഗത്തുനിന്നോ ഒരു ക്ലാരിറ്റി വന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. ഇത് ഞാൻ റിപ്പീറ്റഡ്ലി ഈ വിഷയം സംസാരിക്കുന്ന എല്ലാവരോടും പറയുന്നുണ്ട്, എനിക്കിതിൽ ക്ലാരിറ്റി ഇല്ല. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇവരെ ലഹരി കേസിനേക്കാൾ ഇമ്പോർട്ടൻസ് ഇതിനാണ് കൊടുക്കേണ്ടത്. ഒരു വിക്ടിമിൻ്റെ ഐഡൻറ്റിറ്റി എങ്ങനെ ചോർന്നു? ഓക്കെ, ഒരിക്കലും ചോരാൻ പാടില്ല. പിന്നെ ഈ ഒരു കേസ് ഉണ്ടായിട്ട് പോലും CWC ഏത് തരത്തിലുള്ള മൂവ്മെൻറ്റ് നടത്തി? ഈ വിക്ടിമിനെ ഐഡൻറ്റിഫൈ ചെയ്തോ? അവരുടെ മൊഴി എടുത്തോ? ഈ വിഷയം ഉണ്ടായതിൽ ബാക്കിയുള്ളവരെ ക്വസ്റ്റ്യൻ ചെയ്തോ? സജിനയുടെ അടുത്തുനിന്ന് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് CWC എടുത്തോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം വേണ്ടേ?